ഡൊമിനിക് എന്ന സിനിമയുടെ പ്രഖ്യാപനം മുതൽക്ക് തന്നെ ഒരു പ്രതീക്ഷയുള്ള സിനിമയായി തീരാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ, കൂടെ മെഗാസ്റ്റാർ മമ്മൂക്കയും എത്തുന്നു. മാത്രമല്ല മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളെല്ലാം ഈ ഒരു കാലത്ത് മിനിമം ക്വാളിറ്റി പ്രേക്ഷകന് സമ്മാനിക്കുന്ന സിനിമകളായിരുന്നു. ആ ഒരു പ്രതീക്ഷയോട് കൂടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ച സിനിമയുടെ ഹൈപ്പ് വലിയ പ്രൊമോഷൻ കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും വരാതെ കുറഞ്ഞു പോയി. പിന്നീട് ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഗൗതം വാസുദേവ് മേനോനാണ് സംവിധാനം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇറങ്ങാൻ കുറച്ച് സമയമെടുക്കുമെന്ന്. എന്നാൽ അവരോട് നമ്മൾ പറഞ്ഞത് ഗൗതം വാസുദേവ് മേനോനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതെങ്കിൽ മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവർ നിർമ്മിക്കുന്ന സിനിമകളെല്ലാം പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ എത്തിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഹൈപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചിത്രത്തിൻ്റെ ആദ്യ ടീസർ വന്നപ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവാണ് ആ ഒരു ടീസറിന് നേരിടേണ്ടി വന്നത്. കാരണം ഈ ഒരു ടീസർ എന്ന് പറയുന്നത് ഒറ്റ സീനിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ഷോട്ട് പോലെയൊക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു ടീസറായിരുന്നു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ആ ഒരു ടീസർ പ്രേക്ഷകന് അത്രത്തോളം ഇഷ്ടമായില്ല. പല യൂട്യൂബേഴ്സും ഈ ഒരു ടീസർ ട്രോളായി റിയാക്ഷൻ വീഡിയോ ചെയ്തു. അങ്ങനെ ചിത്രത്തിൻ്റെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം കുറഞ്ഞു. എന്നാൽ നമുക്ക് മനസ്സിലായത് ഇത് മനഃപൂർവ്വം ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു ടീസർ തന്നെയായിരുന്നു. കാരണം ഇത് വലിയ മാസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കോമഡി ട്രാക്കിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ചെറിയ സിനിമയാണ്. അവരുടെ സിനിമയിൽ ഇല്ലാത്ത സംഭവബഹുലമായ കണ്ടന്റ് കാര്യങ്ങളെല്ലാം കാണിച്ച് ആ ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയോട് കൂടെയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുക. ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കാതെ പോയാൽ കട്ട നെഗറ്റീവാണ് പിന്നെ വരുക. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ടീസർ പടച്ചു വിട്ടത്. ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ട്രെയിലർ വരാൻ വേണ്ടി പോവുകയാണ്. ട്രെയിലർ സെൻസറിങ് കഴിഞ്ഞു. ഡിസംബർ 30-നായിരുന്നു ട്രെയിലറിൻ്റെ സെൻസറിങ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. 1 മിനിറ്റും 33 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ദൈർഘ്യം. ഈ ആഴ്ച തന്നെ ശനിയോ ഞായറാഴ്ചയോ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. മമ്മൂക്ക ഇപ്പോൾ ശ്രീലങ്കയിൽ മഹേഷ് നാരായണ ലൊക്കേഷനിലാണ് ഉള്ളത്. 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ അവിടുത്തെ ശ്രീലങ്കയിലെ സെക്കൻഡ് ഷെഡ്യൂളും കൂടെ പൂർത്തിയാവും. അതിനുശേഷം മമ്മൂക്ക ഡൊമിനിക്കിൻ്റെ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കും. മമ്മൂട്ടി കമ്പനി പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചിത്രത്തിൻ്റെ ക്യാമറാമാനായ വിഷ്ണുവിൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം FBയിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും മമ്മൂട്ടി കമ്പനീൻ്റെ പേജിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ പുത്തൻ ശ്രീലങ്കൻ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി പോകുന്നുണ്ട്. എന്തായാലും ഡൊമിനിക് എന്ന സിനിമ വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് തിയേറ്ററിൽ എത്തുന്നത്. കാരണം മമ്മൂട്ടി കമ്പനി എന്ന ഒറ്റ പേര് മതി സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ. ഡൊമിനിക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. ഓക്കെ, ബൈ.